ഹലോ, ഇന്നൊരു ഞായറാഴ്ച വിശേഷം പറയാട്ടോ. അതായത് 10-25 കൊല്ലം ഒരു പരിചയവും ഇല്ലാതിരുന്ന രണ്ടുപേര് കല്യാണം കഴിച്ച് ഒന്നിച്ചൊരു ജീവിതം തുടങ്ങുമ്പം അതിൽ കുറേ സ്ട്രഗിൾസ് ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒന്നിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. ഇപ്പോൾ എന്നെയാണതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങൾ നല്ല രീതിയിൽ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള മനുഷ്യന്മാർ തന്നെയാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും വ്യക്തമായ ധാരണയും അഭിപ്രായങ്ങളും ഒക്കെയുള്ള വളരെ വ്യത്യസ്തരായ എന്നാൽ പരസ്പരം ഒരുപാട് ബഹുമാനിക്കുന്ന രണ്ട് മനുഷ്യർ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ചെങ്കിലും ഒരു മുൻപരിചയക്കുറവുണ്ടായിരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഗ്രോസറി പർച്ചേസ് ആയിരുന്നു കേട്ടോ. അതായത് അടുക്കള ആവശ്യത്തിനുള്ള സാധനങ്ങളും പലചരക്ക് സാധനങ്ങളും ഒക്കെ എത്ര വാങ്ങണം, എന്ത് അളവിൽ വാങ്ങണം, അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നില്ല. കാരണം ഞാനൊരു 25 വയസ്സ് വരെ ഇപ്പോഴും എൻ്റെ വീട്ടിൽ അച്ഛനാണ് സാധനങ്ങൾ വാങ്ങിയിട്ട് വരിക. പിന്നെ ഖത്തറിൽ പോയ സമയത്ത് ഞാൻ കുറച്ചൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും എനിക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കുറവുള്ളൊരു ഏരിയ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് ഇന്ന് വരെ ഈ ഒരു വർഷക്കാലം ഞങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ചത് ഈ ഒരു കാര്യം എങ്ങനെ ഡീൽ ചെയ്യാം എന്നാണ് കേട്ടോ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു 3 കാറ്റഗറൈസേഷൻ ഉണ്ട്: ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. ഇതിൽ അത്യാവശ്യത്തിന് ഞങ്ങൾ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും വെക്കാറില്ല. അത് ഞങ്ങൾ എന്താണെങ്കിലും അത് കറക്റ്റായിട്ട് വാങ്ങാറുണ്ട്. ഇനിയും അനാവശ്യത്തിൽ പൈസ ചിലവാക്കുമ്പോൾ ഞങ്ങൾ കുറച്ചധികം കാൽക്കുലേഷൻസും കമ്പാരിസൺസും ഒക്കെ ചെയ്യാറുണ്ട്. ഓഫ് കോഴ്സ് ഒരു മാത്സ് ടീച്ചറും എക്കണോമിക്സ് ടീച്ചറും സാധനം വാങ്ങാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. കാരണം നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റ്സിനും ഹൈപ്പർ മാർക്കറ്റ്സിനും ഒക്കെ ഒരു പ്രശ്നമുണ്ട്. അത് വളരെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മൾ വേണ്ടുന്നതും വേണ്ടാത്തതും ഒക്കെ നമ്മൾ വാങ്ങിച്ചു കൂട്ടും. അത് തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ലിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിൽ പോയിട്ട് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള രണ്ട് മനുഷ്യരാണ്. അപ്പം ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ സഹിച്ച് അതിലൂടെയൊക്കെ കടന്നു വന്നവരായതുകൊണ്ട് തന്നെ നമുക്ക് പൈസയുടെ വില നന്നായിട്ട് അറിയാം. ഓരോ രൂപയ്ക്കും നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നല്ല ബോധമുണ്ട് കേട്ടോ. അതുകൊണ്ട് ന്യൂലി വെഡ് ആയിട്ടുള്ള എല്ലാവരോടുമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നൊരു ഉപദേശം അത് തന്നെയാണ്. എൻ്റെ 1 ഇയർ ഓഫ് മാരേജ് ലൈഫിൽ ഞാൻ ലേൺ ചെയ്ത, ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ സാധാരണ മന്ത്ലി പർച്ചേസാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തീരുമ്പോൾ ഇതുപോലെ സ്മാർട്ട് പോയിന്റിൽ പോയിട്ട് വാങ്ങാറുണ്ട്. അവിടെ നിന്ന് നേരെ ഇറങ്ങി കുറച്ച് സാധനങ്ങളെ വാങ്ങാറുണ്ടായിരുന്നുള്ളൂ. ഇറങ്ങി മീൻ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിച്ച് ഈ ബേക്കറിയിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള എഗ്ലെസ് ബ്രൗണീസ് കിട്ടും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതും വാങ്ങിച്ച് വീട്ടിൽ വന്നു. നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ മഴയുടെ പെരുമഴക്കാലത്തിൻ്റെ വിശേഷങ്ങൾ പറയുമ്പോൾ ഞാനിവിടെ വെന്തുരുകയാണ് കേട്ടോ. സോ മാരേജ് ഈസ് ഓൾ അബൌട്ട് ലേണിംഗ് ടുഗെദർ, ഗ്രോയിങ് ടുഗെദർ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.